ഇറാന് പകരം ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു ആക്രമണം നടത്തേണ്ടിയിരുന്നതെന്ന് സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. ഇറാഖിനെതിരായ യുദ്ധത്തെ വിമർശിച്ച ട്രംപിൻ്റെ ഇരട്ടമുഖം ഇറാനിലെ ആക്രമണത്തിലൂടെ വ്യക്തമായി. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അനുഭവിച്ച അതേ പ്രശ്നം ഇറാനിലും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് അധികാരമൊഴിയും വരെ താൻ US സന്ദർശിക്കില്ലെന്നും ഫൈസൽ രാജാവിൻ്റെ മകൻ വ്യക്തമാക്കി. സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിൻ്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. സൗദി ഇൻ്റലിജൻസ് വിഭാഗം മുൻ മേധാവിയും US-ലേക്കുള്ള അംബാസഡറുമായിരുന്നു അദ്ദേഹം. അറബ് മാധ്യമത്തിനാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ഇരട്ട നിലപാടിനെതിരെ രാജകുമാരൻ തുറന്നടിച്ചത്. നീതിയുള്ള ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ B-2 ബോംബറുകൾ ആദ്യം ഇടേണ്ടിയിരുന്നത് ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിലായിരുന്നു. ഇസ്രായേലിൻ്റെ കൈവശം ആണവ ബോംബുണ്ട്. ആണവോർജ്ജ ഏജൻസിയെ അവർ പരിശോധനയ്ക്ക് അനുവദിക്കാറില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ അവർ ഭാഗവുമല്ല. ആരും ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ അന്ത്യത്തിനു വേണ്ടി ഇറാൻ പ്രസ്താവന നടത്തിയെന്നാണ് പലരുടെയും ആക്ഷേപം. ഇറാനെ ആക്രമിക്കാനും ഭരണം അട്ടിമറിക്കാനും പറയുന്ന ഇസ്രായേലിനെതിരെ US മിണ്ടുന്നതേയില്ല. മറ്റ് നേതാക്കളെപ്പോലെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ട്രംപ് ഇരട്ട നിലപാടെടുക്കരുതെന്നും അദ്ദേഹം പറയുന്നു. ഇറാഖിനെതിരായ US നീക്കത്തിനെതിരെ സംസാരിച്ച ആളാണ് ട്രംപ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും ട്രംപ് വിശദീകരിച്ചിരുന്നു. അത് ഇറാൻ്റെ കാര്യത്തിലും അനുഭവിക്കേണ്ടി വരുമെന്നും നയതന്ത്രമാണ് ശരിയായ വഴിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ ഭീഷണികൾ അവർക്ക് നാശമാണ് വരുത്തിയതെന്നും തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ പറഞ്ഞു. അറബ് രാജ്യങ്ങളുടെ നിലപാടാണ് അതിൽ ശരിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇസ്രായേലിന് US പ്രത്യേക പരിഗണന നൽകുന്നത് പ്രകടമാണ്. അതിനാൽ ഇരട്ട നിലപാട് US തുടരുന്ന കാലത്തോളം പിതാവ് ഫൈസൽ രാജാവിൻ്റെ വഴിയാണ് താൻ സ്വീകരിക്കുക. US പ്രസിഡന്റ് ഹാരിസ് ട്രൂമാൻ ഇസ്രായേലിനെ അംഗീകരിച്ചതോടെ അദ്ദേഹം സ്ഥാനമൊഴിയും വരെ ഫൈസൽ രാജാവ് US സന്ദർശിച്ചിട്ടില്ല. ഇരട്ട നിലപാടുള്ള ട്രംപ് അധികാരമൊഴിയും വരെ താനും US സന്ദർശിക്കില്ലെന്നും തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ നിലപാട് അറിയിച്ചു. ഇറാനെതിരായ ഇസ്രായേലിൻ്റെയും US-ൻ്റെയും സൈനിക നടപടിയെ വിമർശിച്ച് കൂടുതൽ രാജ്യങ്ങൾ അതിനിടെ മുന്നോട്ട് വരുന്നു. റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ ബെലാറൂസാണ് ഇറാനെ പിന്തുണച്ചെത്തിയിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ US-നെയും ഇസ്രായേലിനെയും ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോ ശക്തമായി വിമർശിച്ചു. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതും ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അത്തരം സൈനിക നടപടികൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വാഷിംഗ്ടണും ടെലവീവും ഈ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ ചെറുക്കുന്നതിൽ ഇറാൻ ഒറ്റയ്ക്കല്ലെന്നും ലുകാഷെങ്കോ വ്യക്തമാക്കി. ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചാൽ ഇറാനിൽ വീണ്ടും ബോംബിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചുവെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഭീഷണിയുമായി ട്രംപ് എത്തിയത്. ഖമേനിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധത്തിൽ വിജയിച്ചെന്ന ഖമേനിയുടെ അവകാശവാദം കള്ളമാണെന്നും ട്രംപ് പറഞ്ഞു. അയാളുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി. അദ്ദേഹം എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇസ്രായേലിനെയും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ US സായുധസേനയെയും അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചില്ല. ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കി.